അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഹദീദ് വിശദീകരണ ക്ലാസിന്റെ രണ്ടാം ഭാഗമാണിത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തതി അയ്യാമിൻ സുമ്മ ഇസ്തവാ അലൽ അർശ് يعلم ما يلج في الأرض وما يخرج منها وما ينزل من السماء وما يعرج فيها وهو معكم أينما كنتم والله بما تعملون بصير. ഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തതി അയ്യാം. ആകാശങ്ങളും ഭൂമിയും 6 ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. സുമ്മസ്തവാ അലൽ അർശ്, പിന്നീടവൻ സിംഹാസനസ്ഥനായി അർശിൽ ആരോഹണം ചെയ്തു. യഅലമു മാ യലിജു ഫിൽ അർള്, ഭൂമിയിൽ കടന്നുകൂടുന്നതും ഭൂമിയിൽ പ്രവേശിക്കുന്നതും, വമാ യഖ്റുജു മിൻഹ, ആ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും, വമാ യൻസിലു മിനസ് സമാ, ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും, വമാ യഅ്റുജു ഫിഹാ, ആ ആകാശത്തിലേക്ക് കയറുന്നതും അവൻ അറിയുന്നു. ഹുവ, അല്ലാഹു, അല്ലദീ, ഒരുത്തനാണ്, ഖലഖസ് സമാവാതി, ആകാശങ്ങളെ അവൻ സൃഷ്ടിച്ചു, വൽ അർള, ഭൂമിയെയും, ഫീ സിത്തതി അയ്യാം, 6 ദിവസങ്ങളിലായി. സുമ്മസ്തവാ അലൽ അർശ്, പിന്നീടവൻ അർശിൽ ആരോഹണം ചെയ്തു. ഈ പറയപ്പെട്ടതിൻ്റെ ഒക്കെ വിശാലമായ വിശദീകരണം, ഈ സിംഹാസനത്തിൽ ആസനസ്ഥനായി എന്നതിൻ്റെയും 6 ദിവസങ്ങളായി ആകാശഭൂമികൾ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആ ദിവസങ്ങളുടെ രൂപവും വ്യാപ്തിയും എങ്ങനെയാണ് എന്നതും ഒക്കെ എല്ലാം അറിയുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു അഅലം. ആകാശഭൂമികളുടെ നിയന്ത്രണവും അർശിന്റെ അധികാരവും ആധിപത്യവും അങ്ങനെ സർവവും അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ആ അല്ലാഹു സുബ്ഹാനഹു തആല യഅലമു, അല്ലാഹു അറിയുന്നു, മാ യലിജു ഫിൽ അർള്, ഭൂമിയിൽ പ്രവേശിക്കുന്നതും, അഥവാ ഭൂമിയിൽ പ്രവേശിച്ചു കഴിഞ്ഞ വിത്തുകൾ, മൃതശരീരങ്ങൾ, ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ജീവികൾ, വമാ യഖ്റുജു മിൻഹാ, ആ ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നതും, ഭൂമിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ വിത്തുകളും അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സസ്യലതാദികളും, അങ്ങനെ അങ്ങനെ അനന്തകോടി നിഗൂഢതകളെല്ലാം അറിയുന്നവൻ. വമാ യൻസിലു മിനസ് സമാഇ, ആകാശത്തിൽ നിന്നിറങ്ങി വരുന്നത്, ആകാശത്തിൽ നിന്നിറങ്ങുന്ന മഴ, മലക്കുകൾ, അങ്ങനെ സർവ്വതും അല്ലാഹു അറിയുന്നു. വമാ യഅ്റുജു ഫിഹാ, ആകാശത്തിലേക്ക് പ്രവേശിക്കുന്നതും അല്ലാഹു അറിയുന്നുണ്ട്. ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്ന മനുഷ്യന്മാരുടെ കർമ്മങ്ങൾ, റൂഹ്, ആത്മാക്കള്, എല്ലാം എല്ലാം അല്ലാഹു അറിയുന്നു. ഈ ഭൂമിയുടെ മുകളിലൂടെ ജീവിക്കുന്ന നമ്മൾ, നമുക്കറിയാത്ത അതിനിഗൂഢമായ രഹസ്യ സ്വഭാവമുള്ള അനന്തകോടി വിഷയങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്, വസ്തുക്കളുണ്ട്. നമ്മളതറിയുന്നില്ലെങ്കിലും എല്ലാം അല്ലാഹു അറിയുന്നുണ്ട്. എല്ലാം റബ്ബിന്റെ ആധിപത്യത്തിലാണ്, അല്ലാഹുവിന്റെ അധികാരത്തിലാണ്. വഹുവ മഅകും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും അല്ലാഹു നിങ്ങളോടുകൂടെയാണ്. വഹുവ, അവൻ, അല്ലാഹു സുബ്ഹാനഹു തആല, മഅകും, നിങ്ങളുടെ കൂടെയാണ്, നിങ്ങളുടെ കൂടെയുണ്ട്. ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, വല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു തആല, ബിമാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി, ബസീർ, കണ്ടറിയുന്നവനാണ്. ലഹു മുൽകുസ് സമാവാതി വൽ അർള് വഇലല്ലാഹി തുർജഉൽ ഉമൂർ. ആകാശഭൂമികളുടെയും ആധിപത്യം, അധികാരം അല്ലാഹുവിനാണ്. കാര്യങ്ങൾ മടക്കപ്പെടുന്നത് അല്ലാഹുവിലേക്ക് തന്നെയാണ്. ലഹു, അവനാകുന്നു, മുൽകുസ് സമാവാതി, ആകാശങ്ങളുടെ ആധിപത്യം, വൽ അർള്, ഭൂമിയുടെയും ആധിപത്യം അല്ലാഹുവിനാണ്.
വ ഇലല്ലാഹി അല്ലാഹുവിലേക്ക് തന്നെയാണ് തുർജഉ മടക്കപ്പെടുന്നത് അൽ ഉമൂറു കാര്യങ്ങളെ. എല്ലാ പ്രഭാതത്തിലും ഉറക്കിൽ നിന്നുണരുന്ന നേരത്ത് നാം ചൊല്ലുന്ന ദിക്റാണ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. ആ ദിക്റിന്റെ അവസാനത്തിൽ പറയുന്നത് അല്ലാഹുവിലേക്കാണ് മടക്കം എന്നതാണ്. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഓരോ പ്രഭാതത്തിലും പ്രഭാത സൂര്യനെ കാണാനുള്ള ആരോഗ്യവും ആയുസ്സും നിന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് കരുതിയിട്ട് നീ അഹങ്കരിക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ വ ഇലൈഹിൻ നുശൂർ, അല്ലാഹുവിലേക്കാണ് മടക്കം. വ ഇലൈഹി തുർജഉൽ ഉമൂർ, അല്ലാഹുവിലേക്കാണ് കാര്യങ്ങളെല്ലാം മടക്കപ്പെടുന്നത്. വ ഇലല്ലാഹി തുർജഉൽ ഉമൂർ, കാര്യങ്ങളെ മടക്കപ്പെടുന്നത് അല്ലാഹുവിലേക്ക് തന്നെയാണ്. യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വഹുവ അലീമുൻ ബിദാത്തിസ് സുദൂർ. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നു, പകലിനെ രാത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അല്ലാഹു ഹൃദയങ്ങളിലുള്ളതിനെ പറ്റി അറിയുന്നവനാണ്. യൂലിജു, അല്ലാഹു പ്രവേശിപ്പിക്കുന്നു, അല്ലൈല രാത്രിയെ, ഫിന്നഹാരി പകലിൽ, വയൂലിജുൻ നഹറ പകലിനെയും അല്ലാഹു പ്രവേശിപ്പിക്കുന്നു, ഫിൽ ലൈൽ രാത്രിയിൽ. വഹുവ അല്ലാഹു സുബ്ഹാനഹു തആല അലീമുൻ അറിയുന്നവനാണ്, ബിദാത്തിസ് സുദൂർ ഹൃദയങ്ങളിലുള്ളതിനെ. സൂറത്തുൽ ഹദീദിന്റെ ഇതുവരെ അർത്ഥം പറഞ്ഞ 1 മുതൽ 6 വരെയുള്ള ആയത്തുകൾ, ഓരോ ആയത്ത് കീറിമുറിച്ച് പരിശോധിക്കുമ്പോഴും അല്ലാഹുവിന്റെ മഹത്വത്തെക്കുറിച്ച്, അല്ലാഹുവിന്റെ അധികാരത്തെക്കുറിച്ച് വിളംബരം ചെയ്യുന്ന ആയത്തുകളാണ്. ആകാശഭൂമികളുടെ അധികാരമുള്ള റബ്ബ്, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന റബ്ബ്, എല്ലാറ്റിനും കഴിവുള്ളവനായ റബ്ബ്, പ്രതാപശാലിയും തന്ത്രജ്ഞാനിയും യുക്തിമാനുമായ റബ്ബ്, ആദ്യനും അന്ത്യനും പ്രത്യക്ഷനും പരോക്ഷനുമായ റബ്ബ്, സർവകാര്യങ്ങളെക്കുറിച്ചും അറിയുന്ന റബ്ബ്, അർശിന്റെ അധിപനായ 6 ദിവസങ്ങളിലായി ആകാശഭൂമികളെ സൃഷ്ടിച്ച, ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതും, ആകാശങ്ങളിൽ നിന്നിറങ്ങി വരുന്നതും ആകാശങ്ങളിലേക്ക് കയറിപ്പോകുന്നതും എല്ലാറ്റിനെയും അറിയുന്നവനായ റബ്ബ്. ആ റബ്ബ് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളെ അറിയുന്നുണ്ട്, നിങ്ങളെ കാണുന്നുണ്ട്, നമ്മെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വഹുവ മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും അല്ലാഹു നിങ്ങളോടൊപ്പമുണ്ട്. ആ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി നിരീക്ഷിച്ചറിയുന്നവനാണ്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ. വ ഇലല്ലാഹി തുർജഉൽ ഉമൂർ, ആ അല്ലാഹുവിലേക്കാണ് കാര്യങ്ങളെയൊക്കെ മടക്കപ്പെടുന്നത്. വഹുവ അലീമുൻ ബിദാത്തിസ് സുദൂർ, ആ റബ്ബ് ഹൃദയങ്ങളിലുള്ളതിനെ അറിയുന്നവനുമാണ്. അല്ലാഹുവിന്റെ മഹത്വത്തെ വിളംബരം ചെയ്യുന്ന മനോഹരമായ ആയത്തുകളാണിത്. ഓരോ തവണ ഈ ആയത്തുകളെ പരിശോധിക്കുമ്പോഴും അതിൻ്റെ അർത്ഥ വിശദീകരണ വ്യാഖ്യാനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും അല്ലാഹുവിൻ്റെ അപരിമേയമായ അപാരമായ ഖുദ്റത്തിനെ, മഹത്വത്തെ നമ്മൾ തിരിച്ചറിയുകയാണ്. അല്ലാഹുവേ, നിന്നെ അറിയേണ്ടതു പ്രകാരം അറിയുന്ന, നിന്നെ അനുസരിക്കേണ്ടതു പ്രകാരം അനുസരിക്കുന്ന, നിനക്ക് കീഴൊതുങ്ങേണ്ടത് പ്രകാരം കീഴൊതുങ്ങുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.